പ്രകാശ് മണ്ടയിലുള്ള ആളാണ് ചെട്ടിയാങ്കുന്നത്ത്. കോയമ്പത്തൂരിലെ താമസം. നാട്ടിൽ വന്നപ്പോൾ കടയിൽ നിന്ന് സാധനം എടുക്കാൻ വന്നതാണ്. അപ്പോൾ ഒരു പാട്ട് പാടാണ്. പ്രകാശ് അണ്ണാ, ഒരു അറിയുന്നൊരു പാട്ട് പാട്. 50 വയസ്സായില്ലേ? 50 വയസ്സായി. ഏത് സിനിമത്തെ പാട്ടാ പാടുന്നത്? ഇത് പട്ടിക്കാട് പട്ടണമാല ഇന്നത്തെ ശിവാജി ഗണേശൻ അഭിനയിച്ച പടമാണ്. അതിൽ നിന്ന് ഒരു പാട്ടാ. அடி என்னடி ரக்கம்மா பல்லாக்கு நெளிப்பு என் நெஞ்சு குழுங்குதடி சிறு கண்ணாடி மூக்குத்தி மாணிக்க சிவப்பு மச்சானே இழுக்குதடி. அடி என்னடி ரக்கம்மா பல்லாக்கு நெளிப்பு என் நெஞ்சு குழுங்குதடி சிறு கண்ணாடி மூக்குத்தி மாணிக்க சிவப்பு மச்சானே இழுக்குதடி. 5-6 ரூபாய்க்கு மணி மாலை உன் கழுத்துக்கு பொருத்தமடி. 5-6 ரூபாய்க்கு மணி மாலை உன் கழுத்துக்கு பொருத்தமடி. அம்மூரு மீனாட்சி பார்த்தாலும் அவ கண்ணுக்கு வருத்தமடி. அம்மூரு மீனாட்சி பார்த்தாலும் அவ கண்ணுக்கு வருத்தமடி. சின்னால பட்டியில கண்டாங்கி எடுத்து என் கையாலே கட்டி விடவா. என் அத்தை அவ பெத்த என் சொத்த அடி ராக்கம்மா கொட்டோடு முத்து தரவோ. அடி என்னடி ராக்கம்மா பல்லாக்கு நெளிப்பு என் நெஞ்சு குழுங்குதடி சிறு கண்ணாடி மூக்குத்தி மாணிக்க சிவப்பு மச்சானே இழுக்குதடி. தெய்வான சக்களத்தி வள்ளி கோரத்தி நம்ம கதையில இருக்குதடி. தெய்வான சக்களத்தி வள்ளி கோரத்தி நம்ம கதையில இருக்குதடி. தப்பாமல் நான் உன்னை சிறையெடுப்பேன் 1-2ஆக இருக்கட்டுமே. அடிராக்கு என் மூக்கு என் கண்ணு என் பல்லு அடிராஜா என் கல்யாண வைபோகமே. பிபி பிபி பி டும் 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 பிபி பி டும் 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 பிபி பிபி பிம். கேட்டா நெக்ஸ்ட் பாட்டு. பிறந்தது எனக்காக. ஓகே. உலகம் பிறந்ததும் எனக்காக, ஓடும் நதிகளும் எனக்காக, மலர்கள் மலர்வதும் எனக்காக, அன்னை மடியை விரித்தால் எனக்காக. உலகம் பிறந்ததும் எனக்காக, ஓடும் நதிகளும் எனக்காக. தவழும் நிலவாம் தங்கரதம், தாரகை பதித்த மணிமகுடம், குயில்கள் பாடும் கலைக்கூடம், கொண்டது எனது அரசாங்கம். குயில்கள் பாடும் கலைக்கூடம், கொண்டது எனது அரசாங்கம். உலகம் பிறந்ததும் எனக்காக, ஓடும் நதிகளும் எனக்காக. ஓகே பட்டன் இது வச்சு கண்டுபிடிக்கணும் காலும். പ്രകാശ്, പിന്നെ എപ്പോ ഇത് എവിടെ നിന്ന് വാങ്ങിട്ട് വരുന്നത്? ചെട്ടിയാങ്കുന്നത്ത് പ്രകാശൻ മണ്ടളി പ്ലാപ്പറ്റ. തമിഴ്നാട്ടിലെ ജീവിതം. കേരളാവിൽ വന്ന് ആട്ടോ പാർട്സ് ആട്ടോ മെക്കാനിക്കൊക്കെയാണ് ആള്. പിന്നെ ആള് ഇടയിൽ സമയം കിട്ടിയപ്പോ തമിഴ്നാട് പലയിടത്ത് പോയി, തിരുപ്പൂരിൽ പോയി ചണ്ടക്കോഴികളെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് നാരായണത്തില്. ഇത് എവിടെ വാങ്ങിട്ട് വരുന്നത്? ഇത് പലയിടത്തുനിന്ന് വാങ്ങിട്ട് വന്നതാ. അതെയോ? വളർത്താൻ വേണ്ടിട്ടേ. ഓക്കെ. എത്ര കാശ് കൊടുത്തു? ഇത് ആദ്യം കൊടുത്തത് ഒരു നാൾ പ്രായത്തിന് 170 കൊടുത്ത് വാങ്ങിയതാ. അങ്ങനെ വളർത്തിയെടുത്തു. ഇത് 3 മാസം ആകുമ്പോൾ 1-1.5 കിലോ മുകളിൽ ഉണ്ടാവും. 1 കൊല്ലം ആകുമ്പോൾ 5 കിലോ 5.5 കിലോ ഉണ്ടാവും. അപ്പം ഇത് വളർത്താനുള്ള ആഗ്രഹം എവിടെ വന്ന്? ആരെങ്കിലും ട്രെയിനിങ് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. തമിഴ്നാട്ടിൽ ആദ്യം എല്ലാവരും ചണ്ടക്കോഴി അധികം വിരുപ്പമുള്ള ആളുകളെ കോയമ്പത്തൂരിലുള്ളവരെ. അപ്പൊ അത് കാരണം കൊണ്ട് ആഗ്രഹം നമ്മൾ വളർത്തി നോക്കാൻ വേണ്ടിട്ട് അതിനൊക്കെ വാങ്ങിട്ട് വന്നു. അപ്പോ ഒരു ദിവസത്തിന് കുട്ടീനെ വാങ്ങിട്ട് വന്ന് വളർത്തി അതിനെ വലുതാക്കുമ്പോഴാണ് നമ്മൾക്ക് എല്ലാം പഠിപ്പിക്കാൻ പറ്റും. അതിന് മെഡിസിൻ ഇതൊക്കെ എല്ലാ കാര്യവും അറിയും. ഇത് നമ്മൾ ആദ്യം വലുത് വാങ്ങിയാൽ പിന്നെ അത് നഷ്ടപ്പെടും. അത് നഷ്ടമാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ദിവസത്തെ പ്രായത്തിലുള്ള കുട്ടീനെ വാങ്ങി അതിനെ വളർത്തി കൊണ്ടുവന്നു നമ്മൾ. അപ്പോഴാണ് ഇത് കറക്റ്റാവും. കേട്ടാ. പിന്നെ ഇതിന് എന്താ സാപ്പിടാൻ കൊടുക്കുക? ഇതിന് വന്ന് ചോളം, കമ്പ്, റാഗി ഇതൊക്കെ തമിഴ്നാട്ടിൽ കിട്ടുള്ളൂ. ഓ, അതിന് കിലോ 42 രൂപ. ബാഗിൽ 4 ഉണ്ട്.
ഒന്ന് കളർ മാറില്ല. ഇതാണ് കീരി എന്ന് പറയുന്ന സാധനം. കീരിയാ? ഇതാണ് ചണ്ടയുടെ മെയിൻ ഇത്. ചേവല് പറഞ്ഞ പൂവൻ ആണ്. ആണ്. അപ്പൊ ഇത് പട്ടയാണോ? ഇത് പെട്ട. അതെ. അപ്പൊ 2 പട്ടയും 2 ചേവല വാങ്ങി? 2 ചേവല് 2 പെട്ട. ആണോ? ഓക്കെ. പിന്നെ ഇത് എത്ര മാസം കഴിയണം ഇത് വർക്കിങ്ങിന്? ഇത് വർക്കിങ്ങിന് 1 കൊല്ലാവും. ഇതിന് ട്രെയിനിങ് കൊടുത്ത് വരുമ്പോൾ 1 കൊല്ലാവും. 1 കൊല്ലം? 1 കൊല്ലം. 1 കൊല്ലം കഴിയുമ്പോഴേക്കും ഇതിന് ഏകദേശം നമുക്ക് വളർത്താൻ എന്ത് ചെലവ് വരും? ട്രെയിനിങ് ആര് കൊടുക്കും? വളർത്താൻ എന്ത് ചെലവ് എന്ന് പറഞ്ഞാൽ മാസം ഒരു മിഞ്ചി പോയ ഒരു 1000-1500 2000 ഉള്ളിലെ ചെലവാകും. ട്രെയിനിങ് കൊടുക്കാൻ മാഷുണ്ടോ? ട്രെയിനിങ് കൊടുക്കാൻ മാസ്റ്റർ തമിഴ്നാട്ടിലുണ്ട്. നമ്മുടെ കേരളത്തിൽ ആര് കൊടുക്കും? കേരളത്തിൽ ആരും കൊടുക്കില്ല, നമ്മൾ വെച്ച് പഠിപ്പിച്ച് കൊടുക്കും. ഇപ്പൊ ചണ്ടെല്ലാം പഠിച്ച് ഇതെല്ലാം സൂപ്പർ ആക്കി കഴിഞ്ഞാൽ ഇതിന് എവിടേക്ക് കൊണ്ടുപോകും? ഇത് തമിഴ്നാട്ടിൽ കൊണ്ടുപോകുള്ളൂ. അവിടെ പോയാൽ ഇതിന് വില അധികം ഉണ്ടാവും. 16,000 15,000 ഇങ്ങനെയൊക്കെ കിട്ടും. നമുക്കൊരു രസം, താല്പര്യം, ഹോബി അല്ലേ? അത് വളർത്തിയെടുക്കാൻ വേണ്ടി വാങ്ങിയതാ. ആണല്ലേ? കാണാൻ വേണ്ടിട്ട്. എത്ര കൊല്ലം ഈ തുടങ്ങിയിട്ട്? ഇത് തുടങ്ങിയിട്ട് ഇപ്പൊ 1 മാസമായിട്ടുള്ളൂ. 1 മാസമായിട്ടുള്ളൂ ആണല്ലേ? ശരി, ഓക്കെ. അപ്പൊ ഇനി ബാഗിൽ എത്ര 2 കൂടി ഉണ്ടോ? 2 ഉണ്ട്. ശരി, അത് പിന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാം അല്ലേ? ശരി, ഓക്കെ. കൊടുക്ക് കൈ. ഓക്കെ. റെഡി. എന്ത് കോഴിയത്? ചണ്ടക്കോഴിയാ.